ഹലോ ഗായ്സ്, എല്ലാവർക്കും മോഡേൺ സിവിലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. റിയൽമിയുടെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് ഫോണായ റിയൽമി നാർസോ 10യുടെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഒട്ടും താമസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഫോണിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം തന്നെ ബോക്സ് ഒന്ന് പരിചയപ്പെടാം. ബോക്സിന് രണ്ട് സൈഡിലായിട്ട് നർസോ 10 എന്നുള്ള മോഡൽ നെയിം ഒക്കെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പുറകിലോട്ട് വരുവാണെങ്കിൽ മെയിനായിട്ടുള്ള 4 ഫീച്ചേഴ്സ് അവരെടുത്ത് കാണിച്ചിട്ടുണ്ട്. AI ട്രിപ്പിൾ ക്യാമറ, പിന്നെ 5000 mAh ബാറ്ററി, 6.5 mm ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ, പിന്നെ മീഡിയടെക്കിൻ്റെ ഹീലിയോ G70 പ്രോസസ്സറാണ് വരുന്നത്. അങ്ങനെ 4 മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് അവർ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ താഴത്തോട്ട് വരുവാണെങ്കിൽ റിയൽമിയുടെ മോഡൽ നെയിം, പിന്നെ കളർ, സോ വെയിറ്റ്, IMEI നമ്പർ, സാർ വാല്യൂ, മെയ്ഡ് ഇൻ ഇന്ത്യ എന്നും കൂടെ ഡീറ്റെയിലിംഗ് കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. അടിയിലോട്ട് വരുവാണെങ്കിൽ പിന്നെ കാണിക്കുന്ന ക്യാമറ, മാക്സിമം റീറ്റെയിൽ പ്രൈസ്, മാനുഫാക്ചറിങ് ഡേറ്റ് അങ്ങനെയൊക്കെയാണ്. റീറ്റെയിൽ പ്രൈസ് ഇവിടെ കാണിക്കുന്നത് 9999 നമുക്കത് ഫ്ലിപ്കാർട്ടിൽ 8499 കിട്ടി. നമുക്ക് എന്തായാലും ബോക്സ് ഇനി അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബോക്സാണ്. നല്ലൊരു പാക്കേജിങ്ങിലാണ് അവർ നമുക്ക് അയച്ചു തരുന്നത്. ബോക്സ് തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ചെറിയൊരു ബോക്സും കൂടെ ഉണ്ട്. നമുക്ക് ആ ബോക്സ് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം ഇതിൻ്റെ അകത്ത് ഒരു സിം ഇജക്ഷൻ ടൂളും അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ബുക്ക്ലെറ്റും ഉണ്ട്. ഇതൊരു ക്വിക്ക് ഗൈഡാണ്. അത്യാവശ്യം പെട്ടെന്ന് വേണ്ട ഒരു ഗൈഡൻസ് ഒക്കെ നമുക്ക് അതിൽ നോക്കിയാൽ മനസ്സിലാക്കാം. പിന്നെ ഇനിയുള്ളത് ഒരു ഇൻഫർമേഷൻ ഗൈഡും കൂടി ഉണ്ട്. നമുക്ക് ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഫോണിൻ്റെ വാറണ്ടി കാർഡും ഒക്കെയാണ് ഇതിലുള്ളത്. ഫോണൊന്ന് നമുക്ക് എടുത്ത് നോക്കാം. ഫോൺ കൈ പിടിക്കുമ്പോൾ തന്നെ അത് കുറച്ച് വെയിറ്റ് ഉള്ള പോലെ തോന്നുന്നു. അത് 5000 mAh ബാറ്ററിയുടെ ആണെന്നാണ് തോന്നുന്നത്. നമുക്ക് ഫോൺ മാറ്റി വെച്ചിട്ട് ഇനി ബോക്സിൽ എന്താണ് ഉള്ളതെന്ന് നമുക്ക് പരിശോധിക്കാം. റിയൽമിയുടെ മറ്റൊരു ബഡ്ജറ്റ് ഫോണായ റിയൽമി C2ൻ്റെ അതേ ഒരു മോഡൽ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിനും ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ അല്ല. ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന കേബിള് സാധാരണ USB കേബിളാണ്, Type-C കേബിൾ അല്ല. അതുപോലെ തന്നെ ഫോണിലും Type-C പോർട്ടല്ല വരുന്നത്, സാധാരണ USB പോർട്ട് തന്നെയാണ് വരുന്നത്. ഇനി ബോക്സിലൊന്നുമില്ല. നമുക്കിനി ഫോണിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലോട്ട് കടക്കാം. നമുക്കിനി ഫോൺ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. റിയൽമി അത്യാവശ്യം നല്ല പ്രീമിയം ലുക്ക് തന്നെ ഫോണിന് നൽകിയിട്ടുണ്ട്. ഇത് വൈറ്റ് മോഡലാണ്. ഇതുപോലെ തന്നെ ഒരു ബ്ലൂ മോഡലും കൂടെ ഉണ്ട്. ബാക്കിലാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉള്ളത്. 12 MP AI ട്രിപ്പിൾ റിയർ ക്യാമറയാണ് നമുക്ക് റിയൽമി നാർസോ 10 അതുപോലെ തന്നെ സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ വോളിയം കീ ബട്ടണും ലോക്ക് സ്ക്രീൻ ബട്ടണും ഒരു സിം ഇജക്ഷൻ ട്രേയും കൂടെ ഉണ്ട്. അടിയിലോട്ടേക്ക് വരുവാണെങ്കിൽ ഒരു സ്പീക്കർ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഒരു USB പോർട്ട്, 3.5 mm ഓഡിയോ പോർട്ട് കൂടെ നമുക്ക് കാണാം.
ഫോൺ നല്ല ഭംഗിയുള്ള ഫോൺ തന്നെയാണ്. അത്യാവശ്യം നല്ല പ്രീമിയം ലുക്ക് തന്നെ തോന്നിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിയൽമിയുടെ ഒരു ബ്രാൻഡിങ് കൂടെ അതിൻ്റെ സൈഡിൽ അവർ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ക്യാമറയിലോട്ട് കുറച്ച് അടുപ്പിച്ച് കാണിക്കാം, എന്നാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അത് ഫോണിൻ്റെ ഭംഗി കൂട്ടുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നോച്ച് ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ഒരു സ്ക്രീൻ ഗാർഡ് കൂടെ അവർ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് എന്തായാലും ഫോണിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലോട്ട് കടക്കാം. ഫോൺ എന്തായാലും നമുക്ക് ഓണാക്കി നോക്കാം. ഫോൺ തെളിഞ്ഞു വന്നു. ഈ ഫോണിൽ ആൻഡ്രോയിഡ് 10 OS-ലാണ് ഈ ഫോൺ പ്രവർത്തിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് വേർഷനാണ് ആൻഡ്രോയിഡ് 10. അത് നല്ലൊരു കാര്യമാണ്. മിനി ഡ്രോപ്പ് ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ നോച്ച് ഡിസ്പ്ലേയും വരുന്നുണ്ട്. ഒരു വീഡിയോ നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് കാണാൻ പറ്റും. അടുത്തതായിട്ട് നമുക്കൊരു ഫിംഗർ പ്രിന്റ് ടെസ്റ്റ് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഫിംഗർ പ്രിന്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒട്ടും ലാഗ് തന്നെ ഇല്ലാണ്ടാണ് ഫിംഗർ പ്രിന്റ് വർക്ക് ആവുന്നുണ്ട്. നമുക്കിനി സൗണ്ട് ടെസ്റ്റ് ചെയ്യാം. സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഡേലൈറ്റിലും ഫോൺ അത്യാവശ്യം നന്നായി തന്നെ തെളിഞ്ഞ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വെയിലത്താണെങ്കിലും കുഴപ്പമില്ലാണ്ട് നല്ല ബ്രൈറ്റ്നസ് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ മെയിനായിട്ടുള്ള സകല ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുത്തിട്ടുണ്ട്. റിയൽമി നാർസോ 10യുടെ ഈ അൺബോക്സിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരെ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.